ഹലോ ഫ്രണ്ട്സ്, വിന്നേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായൊരു ടോപ്പിക്കാണ്, അതായത് ഫുഡ് ഹിസ്റ്ററി, ഭക്ഷ്യചരിത്രം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നമ്മൾ ചെറിയൊരു ഹിൻഡ് തന്നിരുന്നു. ഇനിയുള്ള ഈ ഒരു ലിംഗഭേദ ചരിത്രം കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഒരു വ്യത്യസ്തമായൊരു ചരിത്ര രീതി ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫുഡ് ഹിസ്റ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരൻ എന്ന് പറയുന്നത് ഫിലിപ്പ് ഫെർണാണ്ടസ് ആമസ്റ്റോ എന്നുള്ള ആളാണ്. അതായത് അദ്ദേഹം 1950 ജനിച്ച് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു ചരിത്രകാരനാണ് ആര്, ഒരു ഫിലിപ്പ് ഫെർണാണ്ടസ് ആമസ്റ്റോ ഉള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് കിടക്കാം. അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞു 1950 ജനിച്ച ആളാണ്. അതേമാതിരി ഒരു ബ്രിട്ടീഷുകാരനാണ്, ബ്രിട്ടനിൽ ജനിച്ച ഒരു ചരിത്രകാരനാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര അധ്യാപകനാണ്. അതേമാതിരി തന്നെ മിന്നസോട്ട യൂണിവേഴ്സിറ്റിയിലെ ഒരു വിസിറ്റിംഗ് പ്രൊഫസറും കൂടിയാണ് ആര്, ഈ ഒരു ഫിലിപ്പ് ഫെർണാണ്ടസ് ആമസ്റ്റോ എന്ന് പറഞ്ഞാൽ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ മില്ലേനിയം ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 1000 ഇയേഴ്സ്, സിവിലൈസേഷൻസ്, നിയർ 1000 ടേബിൾ ഹിസ്റ്ററി ഓഫ് ഫുഡ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് പറഞ്ഞ ബുക്ക് നിയർ 1000 ടേബിൾ ഹിസ്റ്ററി ഓഫ് ഫുഡ്, ഈ ഒരു ബുക്കാണ് ഏറ്റവും പ്രശസ്തം. അപ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹത്തിന് 3 ഗ്രന്ഥങ്ങളാണുള്ളത്. ഒന്നാമത്തത് മില്ലേനിയം ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 1000 ഇയേഴ്സ്, സിവിലൈസേഷൻസ്, നിയർ 1000 ടേബിൾ ഹിസ്റ്ററി ഓഫ് ഫുഡ്. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി ഓഫ് ഫുഡ് എന്നുള്ള ബുക്ക് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ആ ഒരു ഹിസ്റ്ററി ഓഫ് ഫുഡ് എന്നുള്ള ആ ഒരു ഗ്രന്ഥത്തെ പറ്റിയാണ് നമ്മൾ ഇനി അടുത്ത ചർച്ചകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു അക്കാദമിക തലത്തിൽ ആദ്യമായി ഭക്ഷണ ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭക്ഷണ വിവരണത്തെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇത്, ഈ ഫിലിപ്പ് ഫെർണാണ്ടസ് ആമസ്റ്റോൻ്റെ ഹിസ്റ്ററി ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് ഫുഡിൻ്റെ ഫുൾ നെയിമാണ് നിയർ 1000 ടേബിൾ ഹിസ്റ്ററി ഓഫ് ഫുഡ് എന്നുള്ളത്. നമ്മളതിനെ ചുരുക്കി ഹിസ്റ്ററി ഓഫ് ഫുഡ് എന്നുള്ള ഇതിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അക്കാദമിക തലത്തിൽ ആദ്യം രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇത്, ഈ ഹിസ്റ്ററി ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു മനുഷ്യന്മാർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയ എന്തായി, ഇത് ഭക്ഷണ രീതികളിലും അതേമാതിരി മനുഷ്യൻ്റെ സംസ്കാരങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഈ ഒരു ഗ്രന്ഥത്തിലൂടെ പിന്നെ പറയുന്നത് ഈ ഒരു ഭക്ഷണത്തെ സംബന്ധിച്ച് മനുഷ്യൻ്റെ കാലത്തെ അദ്ദേഹം എന്താകുന്നുണ്ട് 8 ഘട്ടങ്ങളാക്കി തിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയുള്ളതാണ്. അതായത് പ്രാചീന കാലത്ത് എന്തായിരുന്നു, മനുഷ്യന്മാർ നേരെ കയ്യിൽ കിട്ടുന്നത് എന്തും, അതായത് ഇപ്പോൾ മൃഗങ്ങളെ വേട്ടയാടി എന്തും തിന്നുമായിരുന്നു. പക്ഷേ പിന്നീട് വന്ന കാലഘട്ടത്തിൽ എന്തായി, ഈ തീയൊക്കെ ഉപയോഗിച്ചിട്ട് മനുഷ്യന്മാർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി. അതാണ് ഒന്നാമത്തെ ഘട്ടം. പിന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് അനുഷ്ഠാനവൽക്കരണമാണ്. അതായത് ഈ ഒരു ഭക്ഷണം മുഖേന എന്തായി, കുറേ ആളുകൾക്ക് സംസ്കാരമുണ്ടായി. അപ്പോൾ സംസ്കാരത്തിൻ്റെ ഭാഗമായി കുറേ ആൾക്കാർ വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി. ചിലരെന്തായി, ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് ഈ രണ്ടാമത്തെ ഘട്ടം. ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെല്ലാവരും കൂടി കൂട്ടായിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതായത് സംഘമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഒറ്റക്ക് തിന്നുന്നതിന് പകരം ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ നാലാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ഒരു ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതോടെ കുറേ ഭക്ഷണങ്ങൾ ഇല്ലാതാവാൻ തുടങ്ങി. അതായത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഭക്ഷണങ്ങൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. അപ്പോൾ അവരെന്തായി, ഒരു കൃഷി ആരംഭിക്കുകയാണ്. അങ്ങനെ ഈ ഒരു നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കാർഷിക വൃത്തിയുടെ ആരംഭമാണ്. തങ്ങൾക്ക് ആവശ്യമുള്ള വിഭവങ്ങളെല്ലാം അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ എന്തായി, കുറേ മിച്ച ഉൽപ്പാദനങ്ങളുണ്ടായി. അങ്ങനെ ഈ മിച്ച ഉൽപ്പാദനം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായി, സ്വാഭാവികമായിട്ടും ഭൂവുടമകൾക്കോ അല്ലെങ്കിൽ രാജാക്കന്മാർക്കോ അല്ലെങ്കിൽ പ്രഭുക്കന്മാർക്കോ ആയിരിക്കും മിച്ച ഉൽപ്പാദനം ലഭിക്കുക. കാരണം ഈ ഒരു കർഷകർ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ അവർക്ക് കീഴിൽ പണിയെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെന്തായി, ഒരു സാമ്പത്തിക അസമത്വം ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് വലിയ ആളുകൾ, ചെറിയ ആളുകൾ, അല്ലെങ്കിൽ ഉന്നതർ, താഴ്ന്ന ജാതിക്കാർ, അങ്ങനെ രീതിയിലുള്ള അസമത്വങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. കാരണം അങ്ങനെ മിച്ചോൽപാദനം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രഭുക്കന്മാർ ഉടമപ്പെടുത്തുകയും അവർ സമ്പന്നരാകുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഈ ഒരു വളരെയധികം കുറച്ച് കൂലി അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണധാന്യങ്ങൾ മാത്രം ലഭിക്കുന്ന കർഷകർ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ എന്തായി, ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 2 വർഗ്ഗങ്ങൾ എന്തായി ഇവിടെ രൂപപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് ഫിലിപ്പോ ഫെർണാണ്ടസ് ആമസ്റ്റോ ഈ ഒരു ഹിസ്റ്ററി ഓഫ് ദ ഫുഡ് എന്നുള്ളതിൽ പറയുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ഒരു സമ്പന്നന് കൂടുതൽ ഫുഡ് ലഭിക്കും, അതേമാതിരി താഴ്ന്ന ജാതിക്കാർക്ക് കുറഞ്ഞ ഫുഡ് ലഭിക്കുകയുള്ളൂ. അതേമാതിരി തന്നെ ലഭിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും. അതായത് സമ്പന്നരായതുകൊണ്ട് അവർക്ക് നല്ല ക്വാളിറ്റി ഫുഡ് കിട്ടും. അതേമാതിരി പാവങ്ങളായതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് എന്താവും, ഒരു ക്വാളിറ്റി ഒന്നുമില്ലാത്ത അവരുടെ സമ്പത്തുമായി, അവരുടെ സാമ്പത്തിക സ്റ്റാറ്റസുമായി, ഫിനാൻഷ്യൽ സ്റ്റാറ്റസുമായി യോജിച്ചു പോകുന്ന ഫുഡായിരിക്കും അവർക്ക് ലഭിക്കുക. അങ്ങനെ പിന്നീട് എന്തായി,
മിച്ചുൽപാദനം ഉണ്ടായി. അപ്പോൾ കുറേ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ബാക്കിയായി. അപ്പോൾ ഇതെന്തായി, വ്യത്യസ്ത രാജ്യങ്ങളിലേക്കും വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കും കയറ്റുമതി നടത്താൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കയറ്റുമതി നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ആ നാട്ടിലുള്ള സംസ്കാരവുമായി ഈ നാടെന്തായി, ഇടപഴകാൻ തുടങ്ങി. അങ്ങനെ അവരുടെ കൾച്ചർ ഇങ്ങോട്ട് വന്നു, ഇവരുടെ കൾച്ചർ അങ്ങോട്ട് പോയി. അതേമാതിരി തന്നെ പല രോഗങ്ങൾ വന്നു, കുറേ രോഗങ്ങൾ, അതേമാതിരി കുറേ വിഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. തങ്ങൾക്ക് പരിചയമില്ലാത്ത കുറേ കാർഷിക വിളകൾ ഇങ്ങോട്ട് വന്നു, അങ്ങോട്ട് പോയി. അങ്ങനെ പല രീതിയിലുള്ള കൈമാറ്റങ്ങൾ പിന്നീട് നടക്കുകയാണ്. അതാണ് അവസാനത്തെ ഘട്ടമായിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു അവസാനത്തെ ഘട്ടത്തിൽ അപ്പോൾ ഇതിന് നമ്മൾ ഭക്ഷണത്തിൻ്റെ ആഗോളവൽക്കരണം എന്നാണ് ഈ ഒരു ഘട്ടത്തെ പറയാം. അപ്പോൾ ഈ ഒരു ഭക്ഷണത്തിൻ്റെ ഈ ഒരു ആഗോള ഘട്ടത്തിൽ എന്തായി, കുറേ സാധനങ്ങൾ പരിചയപ്പെടാൻ തുടങ്ങി, കുറേ ഭക്ഷ്യസാധനങ്ങൾ വൻ തോതിൽ എന്തായി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ തുടങ്ങിയുള്ളതാണ് ഈ ഒരു അവസാനത്തെ ഘട്ടത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഭക്ഷ്യചരിത്രം എന്നുള്ള ഈ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ ഈ ഒരു ഭക്ഷണത്തെ അടിസ്ഥാനമാക്കി മനുഷ്യൻ്റെ കാലഘട്ടത്തെ 8ആയി തരംതിരിക്കുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഫുഡ് ആൻഡ് ഹിസ്റ്ററി, അതേമാതിരി അതിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ഗ്രന്ഥങ്ങൾ, അതേമാതിരി ഫിലിപ്പെ ഫെർണാണ്ടസ് ആമസ്റ്റ് ആരാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അതേമാതിരി തന്നെ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സോ താങ്ക് യു.